കോവിലത്തുമുറി യുണൈറ്റഡ് ക്ലബിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു. നഗരസഭ തനത് ഫണ്ടിൽ നിന്നും 10 ലക്ഷം ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വായനയും കൂടിച്ചേരലുകളും കുറവായിട്ടുള്ള ഹൈടെക് യുഗം എന്ന് തന്നെ പറയാം. അത്തരം സാഹചര്യത്തിലാണ് ഇത്തരം യുണൈറ്റഡ് ക്ലബ്ബുകൾ പോലെയുള്ള ക്ലബ്ബുകളും വായനശാലകളും അതുപോലെ സാംസ്കാരിക പ്രവർത്തകരും പ്രവർത്തന കേന്ദ്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും നന്നാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിലമ്പൂർ നഗരസഭയിലെ 2ാം ഡിവിഷനിലെ കോവിലത്തുമുറി യുണൈറ്റഡ് ക്ലബ്ബിന് വേണ്ടിയിട്ട് നിലമ്പൂർ നഗരസഭ 10 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും അവരുടെ പുതിയ കെട്ടിടത്തിന് പഴയ കെട്ടിടത്തിനോട് ചേർന്ന് പുതിയൊരു കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള 10 ലക്ഷം രൂപ നീക്കിവെക്കുകയും അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. തലമുറകൾ പിന്നിട്ട് നിലനിർത്തിപ്പോരുന്ന യുണൈറ്റഡ് ക്ലബിന് പ്രാഥമിക സൗകര്യത്തോടു കൂടിയ ഒരു കെട്ടിടം എന്നത് കോവിലത്തുമുറി നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. ഞങ്ങളുടെ നിലവിലുള്ള ഭരണസമിതിയുടെ ചിരകാല സ്വപ്നമായിരുന്നു. ഇതിനൊരു പ്രാഥമിക സൗകര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഹോളും ഒരു ബാത്റൂമും സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് ഇതിൻ്റെ നിലവിലുള്ള ഭരണസമിതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഏതായാലും നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതിന് 10 ലക്ഷം രൂപ അനുവദിക്കുകയും ഇന്ന് അതിൻ്റെ തുടക്കം കുറിക്കും വൈസ് ചെയർമാൻ ശ്രീമതി അരുമ ജയകൃഷ്ണന്റെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ്. ചടങ്ങിൽ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം, PM ബഷീർ, സ്കറിയക്കനാത്തോപ്പിൽ, സൈജി ടീച്ചർ, കൗൺസിലർമാരായ ശബരീഷൻ പൊറ്റക്കാട്, P ഗോപാലകൃഷ്ണൻ, ക്ലബ്ബ് ഭരണസമിതി അംഗങ്ങളായ KK ദീപ ടീച്ചർ, പ്രമോദ് P, MK ബാലകൃഷ്ണൻ, പ്രവീണ കമ്മത്ത്, സിനി സുന്ദരൻ, രഘുരാജ്, ഷൺഗീർ, മുൻ ഭരണസമിതി അംഗങ്ങൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.